നമസ്കാരം. ഇന്ന് എക്സ്പ്രസ് വാർത്തയിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ ഗോപാൽജിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. നമസ്തേ. ഇന്ന് നമ്മുടെ കേരളത്തിലെ UDF സർക്കാർ അധികാരം ഏറ്റിട്ട് ടീം UDF അധികാരം ഏറ്റിട്ട് 30 ദിവസം കഴിഞ്ഞു. ഈ 30 ദിവസവും 30 വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തു പറയുന്നു? സതീശനെ ഭരിക്കാൻ കോൺഗ്രസ്സുകാർ അനുവദിക്കുമോ? അവര് അധികാരത്തിൽ വന്ന് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് തീരുമാനമെടുക്കാൻ എത്ര ദിവസം കഴിയും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ തീരുമാനം എടുക്കാൻ വേണ്ടി 3 പേര് രംഗത്ത് പ്രധാനമായിട്ടുണ്ടായി. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തല. ആരോ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുന്ന സമയത്ത് VD സതീശൻ ആരുമല്ല, KC-യുടെ എന്തോ പ്രവർത്തകനാണ്, അത്രയേ ഉള്ളൂ. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നിന്ന് ആലപ്പുഴയിൽ വന്നു, അങ്ങനെ മത്സരിച്ചു. ഒന്നുമല്ലാതെ ഡൽഹിയിൽ പോയിട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയി. അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പാർട്ടിക്കുള്ളിൽ ഇന്ന് മന്ത്രിസഭയിലുള്ള എത്ര പേർ VD സതീശനൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഘടകം. അതുകൊണ്ട് തന്നെ VD സതീശൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചെയ്യാൻ ബാക്കിയുള്ളവർ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് എന്ന നിലയിലാണ് ഇതിന് വിലയിരുത്തേണ്ടത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എന്തെല്ലാമായിരുന്നോ ഭരണപക്ഷത്തിനെതിരെ പറഞ്ഞിരുന്നത്, അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പം ഭരണപക്ഷത്തുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നിലവിലാണ്. ഒരു തിരുത്തലുകളും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് VD സതീശന്റെ ആൾക്കാർ തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൂടെ? നിയമനങ്ങൾ ആരൊക്കെ നടത്തുന്നത്, എവിടെയൊക്കെയാണ് നടത്തുന്നത്? യൂണിവേഴ്സിറ്റികളിൽ PSC മുഖാന്തരം നടത്തണം എന്ന് പറഞ്ഞിട്ട് നടത്തിയോ? ഇല്ല. അതിൽ ആരൊക്കെയാണ് ഇപ്പം പിന്നിൽ കൂടി കയറി വന്ന ആൾക്കാർ ഇന്നും നിലനിൽക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതിനാണ് സ്ഥിതി. അപ്പൊ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇത് തന്നെ നടക്കും. PSC-യിൽ എത്രമാത്രം ആളുകൾ ജോലി ഓരോ സമയത്തും ഇന്നും നിലനിൽക്കല്ലേ? അവർ നിയമിക്കാതെ നിയമനം നടത്തിയിട്ടില്ല. ഒരു മാസം, അതായത് 30 ദിവസം കഴിഞ്ഞിട്ട് ആ നിയമനം നടത്താത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇതേപോലെയാണ് ഓരോ രംഗം നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം പോലീസിന്റെ രംഗം, അത് ശരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കാര്യശീലി. പക്ഷെ ഇടപെടേണ്ടതാരാണ്? ഇടപെടേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇനി രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഭാഗമാണല്ലോ. അതും അതിൽ പ്രധാനപ്പെട്ട കക്ഷിയായുള്ള കോൺഗ്രസിന്റെ ഭാഗമാണ്. വേണ്ട രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണെങ്കിലും ഒരു കാര്യവും പോകുന്നില്ല എന്നതാണ് വ്യക്തം. വലിയൊരു പരാജയമായിട്ടാണ്. അതെ, ലീവ് എടുക്കാതെ നിന്ന, ഒഴിവിൽ പോയ, ലീവ് ലെറ്റർ കൊടുക്കാതെ, അടുത്തയാളെ നിയമിക്കാതെ പിന്നെ ലീവിൽ പോയ DCP ഉണ്ടാകുമ്പോ എന്താ ഇത് വിവരിക്കട്ടോ? അത് തിരുവനന്തപുരത്തെ DC. അത് തിരുവനന്തപുരത്തെ DC. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലേ നിലനിൽക്കുന്നത്? അപ്പൊ എവിടെയാണ് ഈ 30 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്? അപ്പൊ ഈ നിലയ്ക്കുള്ള ഒരു കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കും. ഓരോ രംഗം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഏത് രംഗം നോക്കിക്കഴിഞ്ഞാലും ഇതേപോലൊരു സംഗതി മുന്നോട്ട് പോകുന്നില്ല. അത് അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു നീക്കുന്നു. ആരോടാണ് VD സതീശന് വിധേയത്വം? അതാണ് ചിന്തിക്കേണ്ടത്. വിധേയത്വം ആരോടാണ്? ആകെ പോകുന്ന ഒരു സ്ഥലം എവിടേക്കാ പോകുന്നത്? മലപ്പുറം ജില്ലയിലേക്ക്. അവിടെ പോയിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് അവരെ സുഖിപ്പിച്ചിട്ട് തിരിച്ചു വരും. അവരുമായിട്ട് ആലോചിക്കുന്നു, അവരുടെ തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ
ഏത് കാര്യം? കാരണം 100 ദിവസത്തെ പദ്ധതിയാണ് ആവിഷ്കരിക്കാൻ പോകുന്നതെങ്കിൽ 30 ദിവസത്തെ പദ്ധതി വേണ്ടേ? 30 ദിവസത്തേക്ക് മുമ്പോട്ടുള്ള പദ്ധതികൾ. ഇതൊക്കെ വൻ പരാജയമാണ് 30 ദിവസം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു പിണറായി വിജയനോടുണ്ടായിരുന്ന ഒരു വിധേയത്വം ആ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ, അന്ന് അന്വേഷിക്കുന്ന പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ചെയ്യാതെ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലഹരി സാധനങ്ങൾ തൂഫാൻ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ അത് ഒരു വിജയത്തിലേക്ക് എത്തിയെന്നെ വിജയത്തിലേക്ക് ഒരു പങ്കിലെങ്കിലും വിജയിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാരായത്തിന്റെ കാര്യം എന്താ? ചാരായം ഒരു പ്രധാനപ്പെട്ട ഘടകല്ലേ. അപ്പൊ വീര്യം കുറഞ്ഞ ചാരായത്തിന് നികുതി കുറയ്ക്കാം. ആരാ വീര്യം കുറവും നിശ്ചയിക്കേണ്ടത്? കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്താണ്? അവരുടെ സമുന്നത നേതാവായിരിക്കുന്ന VM സുധീരൻ വലിയൊരു കത്താണ് അയച്ചിരിക്കുന്നത്. അത് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറുണ്ടോ? അപ്പൊ പാർട്ടിയുടെ തന്നെ ഉന്നത നേതാക്കൾ പോലും കൊണ്ടുവരുന്ന ആശയങ്ങൾ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വം, അടിസ്ഥാന തത്വം നമ്മൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം വെള്ളടിക്കാതെ ഉറക്കം വരാത്തവരാണ് പലരും. അപ്പൊ ആ നിലയ്ക്ക് പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പാർട്ടിക്ക് ഒരു നേതൃത്വം കൊടുക്കുന്ന UDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നത്തെ സ്ഥിതിയിൽ ഇങ്ങനെ ഓരോന്നും എണ്ണി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയത്തിൽ കൂടിയിട്ടാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ സമയത്താണ് മറ്റൊരു കാര്യം മുന്നോട്ട് വരുന്നത്. VD സതീശനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് ശ്രീ കാർത്തികേയൻ. എല്ലാവരും അംഗീകരിച്ചിരുന്ന പ്രമുഖനായുള്ള നേതാവായി. ശ്രീ കാർത്തികേയന്റെ മകൻ നേരത്തെ കാർത്തികേയന്റെ മരണശേഷം തെരഞ്ഞെടുപ്പില് അദ്ദേഹം അരുവിക്കരയിൽ നിന്ന് ജയിച്ച വേണ്ടിയായി. അതിനുശേഷം ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ 3-ാം സ്ഥാനത്തേക്ക് എത്തിയത് മാത്രമല്ല വൻ പരാജയം ഏറ്റുവാങ്ങി. ഈ പാർട്ടികൾ നിലനിൽക്കാൻ വേണ്ടി, പേരെടുക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗം എന്താ? അദ്ദേഹം കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ട് വളരെ തുച്ഛമായ വോട്ടിന് അദ്ദേഹം വിജയിച്ചു. തുച്ഛമായ വോട്ടിനെ ഏറ്റവും പ്രമുഖര് താമസിക്കുന്ന വാർഡിൽ നിന്ന് തുച്ഛമായ വോട്ടിന് അദ്ദേഹം ജയിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഏതായാലും പരാജയപ്പെട്ടു അസംബ്ലിയിലെ. അപ്പൊ നിലനിൽപ്പിന് അദ്ദേഹത്തിന് പേരെടുക്കണം. അപ്പൊ കോർപ്പറേഷന്റെ പ്രസിഡന്റ് ആകെ ചെയ്യുന്നതാണ്. അതിനെ സംബന്ധിച്ച് ബാക്കി ആൾക്കാർ സംസാരിക്കുന്നത് ഈ തരം കാര്യങ്ങൾ വാളെടുത്തവൻ മുഴുവൻ വിളിച്ചപ്പെടുന്ന, പാർട്ടിക്ക് ഒരു നിയന്ത്രണമില്ലാത്ത ഈ വിധത്തിലുള്ള ചില തീരുമാനങ്ങളാണ്. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം വരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം വന്ന സമയത്ത് എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷനായിട്ട് നിശ്ചയിച്ച ആൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു. ജില്ലാ ജഡ്ജിയാണ് വീണ്ടും അദ്ദേഹത്തിനാക്കി. അദ്ദേഹം നിശ്ചയിച്ചു. നിശ്ചയ സമയത്തിന്റെ സ്വന്തം പാർട്ടിക്കാരായുള്ള APCCയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പരാതി കൊടുത്താൽ പബ്ലിക്കായിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടാ പരാതി. പക്ഷെ മൈൻഡ് ചെയ്തില്ല. വേറെ കാര്യം ഏതായാലും അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഈ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമല്ല ധാരാളം സംഭവങ്ങൾ ഇതേപോലെ നടക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് മുഖ്യമന്ത്രി കണ്ടുപിടിക്കണം. അവർക്കറിയാൻ പറ്റും. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുമ്പോഴാണ് സത്യം. ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അപ്പൊ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തുന്നു. ഭരിക്കാൻ സാധിക്കുന്നില്ല. ഭരിക്കുന്ന സമയത്ത് ഏതിലൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമില്ല. ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കക്ഷിയായി കോൺഗ്രസും അതിൽ ഉൾക്കൊള്ളുന്ന UDFും ആയിത്തീരുന്നു. ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികൾ അവരുടെ കാര്യങ്ങൾ നടത്തുന്നു കേട്ടോ. അവർക്ക് ഗുണം കിട്ടത്തക്ക രീതിയിൽ ആ പരിപാടികൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ച. ഒരു വലിയ പരാജയമാണ് ഇത്തരം ദിവസമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന നോക്കുന്നതിന് മുഴുവൻ കേന്ദ്രത്തിന് ചീത്ത വിളിക്കാന്നല്ലാതെ വേറെ ഒരു കാര്യം നടക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിരുന്നോ അതേപോലെ ഏറ്റവും പറ്റിയ ചാൻസ് അല്ലേ
ശരിക്കും ഇവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് തകർന്ന അടിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ സമയത്ത് ഇവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതേ ഉള്ളൂ. ആളുകൾ അംഗീകരിക്കണം അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതിനേക്കാൾ വലിയ പരാജയം അത് ഏറ്റവും 5 വർഷം ഭരിക്കുന്ന മറ്റൊരു 10 വർഷം ഭരിച്ചു. 10 വർഷം കൊണ്ട് എല്ലാം കുളമാക്കി. ഇത് 5 വർഷം ഇവിടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF-ന്റെ. പക്ഷേ ഇന്നത്തെ പോക്ക് കാണുന്ന സമയത്ത് ഡിമാൻഡോട് തീരുമാനം പറയില്ല. ഇതൊരു വലിയ പരാജയത്തിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പോക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇതിനകത്ത് മറ്റൊരു വിഷയം, ഈ സർക്കാർ അധികാരം ഏറ്റോടെ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ട് KPCC പ്രസിഡന്റ് മാറുകയുണ്ടായി. ആ ഒരു പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ പോലും കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ KPCC പ്രസിഡന്റ് പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ ഉൾപ്പെടുത്തിയെന്നുള്ള പേരിൽ വിവാദം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ്. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. PSC ചെയർമാൻ രാഷ്ട്രപതിയെക്കാളും ശമ്പളം മേടിക്കുന്ന ആളാണെന്ന്, അതും കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇന്നലെ ഒരു ഹൈക്കോടതിയിലെ ഒരു സീനിയർ ഗവൺമെന്റ് ലീഡർ രാജിവെക്കേണ്ടി വന്നു. അയാൾ മറ്റു പാർട്ടിയുമായിട്ട് ബന്ധം ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ 1 മാസം ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും പിറകില് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ് സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനാ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് നിയമത്തെ പറ്റിയിട്ട് കോൺഗ്രസ് KPCC പ്രസിഡന്റ് നിശ്ചയിക്കാൻ സാധ്യത അദ്ദേഹം മന്ത്രിയാണ്. അതെ, മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിശ്ചയിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ അളിയനായിരുന്നു. അതെ, അത് തെറ്റ്. സ്വന്തക്കാരെ നിശ്ചയിക്കാൻ തെറ്റാകട്ടെ, പക്ഷെ അത് വിവാദമായി വലിയ പ്രശ്നങ്ങളായി എല്ലാമായി. പക്ഷെ KPCCക്ക് ഒരാളെ മന്ത്രിയായി KPCC പ്രസിഡന്റ് മന്ത്രിയായി കഴിഞ്ഞാൽ മറ്റൊരു മന്ത്രിയെ നിശ്ചയിക്കാൻ KPCCക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം രൂക്ഷമാണ് അതിലത്തെ ഗ്രൂപ്പ് പോര് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് പോര് അത്രയും ഇതാണ്. അപ്പം സ്വാഭാവികമായും ഇത്രയും വലിയ ഗ്രൂപ്പ് പോരടിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ മുഖ്യമന്ത്രിയെ മുന്നോട്ട് പോകാൻ എത്രമാത്രം അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ആഗ്രഹമുണ്ടല്ല, ആഗ്രഹമില്ലാത്തത് എന്ന് ചിന്തിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവരുടെ പൊതുവായിട്ടുള്ള ഒരു, എല്ലാ കാലത്തും കോൺഗ്രസ് അങ്ങനെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. മറ്റുള്ള പാർട്ടിയിൽ നിന്ന് വിഭിന്നമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി. സ്വന്തം ആൾക്കാരെ തന്നെ ഇത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമനം മാത്രമല്ല. ഇപ്പം ഈ ശരിയാ ഫിലിപ്പ് ഇയാള് പറഞ്ഞ കാര്യം, PSC ചെയർമാനെ ശമ്പളം കൂടുതൽ കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ചെയ്തിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. മറ്റുള്ള ഇതിനേക്കാൾ എത്രയോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ PSC മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 5 ഇതൊക്കെയാണ്. UP ആണ് ഏറ്റവും വലിയ. അവിടെ തന്നെ 8 പേരെ. ഇവിടെ 21 PSC മെമ്പേഴ്സിന്. മന്ത്രിമാരുടെ അത്രയും ഉണ്ട്. ഓരോ മന്ത്രിക്കും ഓരോ PSC മെമ്പർ, അല്ലെങ്കിൽ ഓരോ PSC മെമ്പർമാര്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ മുഴുവൻ PSC. ഇനി ശമ്പളം കൊടുക്കുന്ന തുക എത്രയാണ്? എന്തിനാ കൊടുക്കുന്നത്? അതെ, അവിടെ പോയിട്ട് എന്തിനാ കൊടുക്കുന്നത്? അവിടെ പോയി ഇരിക്കുക. എന്നുള്ള സ്വന്തക്കാരെങ്ങനെയാ പാർട്ടിക്കാരുടെ ലിസ്റ്റ് അനുസരിച്ചിട്ട് നിയമനം നടത്തുക. ഈ വിധത്തിലുള്ള നിലയ്ക്കാണ് ഇപ്പോൾ. ഇനി ഇതിൽ എന്തിനെങ്കിലും മാറ്റം പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ. ഇദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ശ്രീ K മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 2 പേര് ഇന്നലെ രാജിവെച്ചു. അതില് അവർ പറയുന്ന കാരണം, ഈ KB പ്രദീപ് കുമാർ സാർ എന്ന് പറയുന്ന വളരെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അയാളെ ഒരു ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുമ്പോൾ അയാൾ ആന്റിസിഡൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അയാൾ ഈ സ്വർണ്ണ കടത്തിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ഹാജരായ ആളാണ്, അവർക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത്തരം ഒരാളെ ദേവസ്വം ബോർഡിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ നമ്മൾ സൈലന്റ് ആയിരുന്നു. പക്ഷെ അത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് പൊക്കിക്കൊണ്ടുവന്നത്. ഈ വകുപ്പുകളിലെല്ലാം ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം വരുന്നു. നമുക്ക് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ ഫണ്ട് മുഴുവൻ കർണാടകയിലെ ഡിസ്റ്റിലറിക്കാരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. 4-5 പേരുടെ പേര് എനിക്ക് തന്നെ അറിയാം നേരിട്ട്.
ഇപ്പൊ ഈ കർണാടകയിൽ നിന്നുള്ള ഡിസ്റ്റിലറിക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഇലക്ഷനിൽ ജയിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് അവർക്കെതിരായിട്ട് ഒരു നയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇതിനിടയ്ക്കാണ് സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി അദാനിയെ കണ്ടെത്തി. അപ്പോൾ ഇത് ആകെ ഒരു വിവാദങ്ങൾ, അതായത് 30 ദിവസത്തിന് 30 ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിന് 30 വിവാദങ്ങളാണ്. ഇനി എങ്ങോട്ടാണ് ഈ സർക്കാരിന്റെ പോക്ക്? മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ആരോഗ്യവകുപ്പ് ഇന്നും മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കിടക്കാൻ കട്ടിലില്ല, ഒന്ന് താഴെയാണ് കിടക്കുന്നത്, മരുന്നില്ല. രണ്ട് രോഗികൾ ഒരു ബെഡിൽ കിടക്കുന്നു. വിവിധ രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് മരിക്കാൻ കാരണം അത് മതി. ആരാണ് ആർക്കും നേരത്തെ ആദ്യം പറഞ്ഞത് വാളെടുത്തവനും വിളിച്ചപ്പെടുന്നു എന്നല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പോലും നടപ്പാക്കാൻ പോലും സാധിക്കാത്ത മന്ത്രിമാർ. പിന്നെ ഈ ഏറ്റവും വലിയ രസം, പണ്ട് ലൈസൺ കമ്മിറ്റി എന്ന് പറയുന്നത് പിന്നീട് അത് UDF കൺവീനറായി. ഈ കൺവീനറെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നതേ അറിയില്ല. കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം തന്നെ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ അടൂർ പ്രകാശ് എപ്പോഴും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ഒരു വാർത്തയും കേൾക്കുന്നില്ല. ഈ മുന്നണി യോഗം കൂടുന്നുമില്ല. ഇതിലാകെ നടക്കുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ മാതിരി മുസ്ലിം ലീഗിന്റെ വകുപ്പിലെ ഭരണം മാത്രം എണ്ണയിട്ട യന്ത്രം പോലെ നടക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. PM ശ്രീയുടെ പൈസ വാങ്ങുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗിന്റെ വകുപ്പ് മാത്രം അത് നിയന്ത്രിക്കുന്നതിന് റിമോട്ട് കൺട്രോൾ ഉള്ളത് കൊണ്ട് അത് ഭംഗിയായിട്ട് നടന്നു പോകും. ഒരു കാര്യം നടക്കുന്നുണ്ട്, ഈ വരുന്ന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കടകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കടകൾ ഹോട്ടലുകൾ എല്ലാ ഹോട്ടലുകളും ഭംഗിയായിട്ട് നടക്കുന്നു, ലോഡ്ജുകളും ഭംഗിയായിട്ട് നടത്തുന്നു. ഇതെല്ലാം കാര്യം വീട് പോലും കിട്ടാനില്ല. ഖാദി ബോർഡ് നന്നായിട്ട് പോണു. കാരണം പുതിയ ഖദർ ഷർട്ടുകൾ വാങ്ങിക്കുന്നു ആൾക്കാര്, ഖദർ മുണ്ട് വാങ്ങിക്കുന്നു. അങ്ങനെ ആ ബിസിനസ് ഗംഭീരമായിട്ട് നടക്കുന്നു. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ തട്ടുകടകൾ നന്നായിട്ട് നടക്കുന്നു. എനിക്ക് തോന്നുന്നു രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ബിവറേജ് കോർപ്പറേഷന്റെ പ്രവർത്തനം അല്ല, ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ അറിയപ്പെടുന്ന ഒരു സഖാത്തിയായ ഗീനാകുമാരിയെ അവർ കൂത്തുപറമ്പ് സമരത്തില് രക്തമൊക്കെ പുരട്ടി പടമൊക്കെ എടുത്ത് ദേശീയ തലത്തിലൊക്കെ പ്രസിദ്ധമായ ആളാണ്. അങ്ങനെ ഒരു ആളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നോമിനിയെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഇവർ ഈ സർക്കാർ ചലിപ്പിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് നമ്മൾ അതിശയപ്പെടുകയാണ്. അതേപോലെ ഒരു സംഗതിയാണല്ലോ വന്നിരിക്കുന്നത്. ED-യുമായി ബന്ധപ്പെട്ട കേസിൽ ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ആരാ ചട വിളിച്ചത്? അതെ, ഗീനകുമാരി. അല്ല, ഇതിനകത്ത് വേറെ ഒരു വിഷയം നടന്നിരിക്കുന്നു. വളരെ സാധാരണ ക്രിമിനൽ കേസിൽ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളൊരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കേസിൽ സാക്ഷിയും ഗവൺമെന്റ് പ്രോസിക്യൂട്ടറും അല്ലെങ്കിൽ ഗവൺമെന്റ് വാദിയുമാണ്. പക്ഷെ ഈ കേസിൽ കേരള ഗവൺമെന്റിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ശരിക്ക് സാക്ഷിയാവേണ്ട എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വാദിയായി കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുകയാണ്. അത് വളരെ അപൂർവ അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൽ കേന്ദ്രത്തിന്റെ ഒരു ഓർഗനൈസേഷന് വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തെ തന്നെ തകർക്കുന്ന ഒരു സംവിധാനം. അല്ല, ഇതിന്റെ ഭാഗമാണല്ലോ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർക്ക് ജാമ്യം വീണ്ടും ബാക്കിയുള്ളവർ കൊടുക്കുമ്പോൾ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാമറ നോക്കണം, അതെ, നോക്കിയിട്ട് ഇവിടെ നോക്കാം, അതിനുശേഷം ആകാമെന്നുള്ളത്. സാധാരണ UDF സർക്കാർ ഭരിക്കുമ്പോഴത്തേക്ക് നടക്കുന്നതാണ് പ്രതിച്ഛായ വിവാദം, ശൈലി വിവാദം. അതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇത് ഇപ്പോഴേ നമുക്ക് ആദ്യത്തെ മാസത്തിലേ പറയാം. ഈ സർക്കാരിന്റെ പ്രതിച്ഛായയും മാറണം, ഈ സർക്കാരിന്റെ ശൈലിയും മാറണം. ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പലരും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പറഞ്ഞ പോലെ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ രാവിലെ 7 മണിക്ക് തന്നെ ചെന്ന് ബൂത്തിലെത്തി പിണറായി സർക്കാരിനെ പുറത്താക്കിയ ആൾക്കാർ പറഞ്ഞു തുടങ്ങും ഇതിനേക്കാളും ഭേദം തൊമ്മനായിരുന്നു എന്ന് പറയുമോ എന്നൊരു പേടി. അസംബ്ലിയിൽ പോയാൽ അസംബ്ലിയിലാകെ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് അതെ നടന്നിട്ടുള്ളൂ. ഒരു പ്രമേയം പാസ്സാക്കി, ഒരുമിച്ച് ചേർന്നുള്ള പ്രമേയം. പക്ഷെ ഭാഗ്യത്തിനെ കണ്ടത് 3 പേര് എതിർക്കാനുണ്ടായിരുന്നു ആദ്യമായി. അതെ, അതുകൊണ്ട് ഐകകണ്ഠേന പാസ്സാക്കാൻ സാധിച്ചതാണ്. കേന്ദ്രത്തിന് എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോഴും അവിടെ നടക്കുന്ന പേര്. കാരണം മറ്റൊരു സപ്പോർട്ട് കിട്ടില്ല. ഇന്ത്യ മുന്നണി
അതെ, അവിടെ എത്തുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്ത്യ മുന്നണി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ശ്രീ നമ്മുടെ അതെ കാർത്തികേയൻ സാറിന്റെ മകൻ തുടങ്ങിയത്. തുടങ്ങിയത്. അപ്പൊ ആ വിവാദത്തില് പറഞ്ഞ രണ്ടുപേർക്കും അറിയാം, ശിവൻകുട്ടിക്കും അറിയാം, ശ്രീ അല്ല നമ്മുടെ കോൺഗ്രസിന്റെ അതെ അതെ ഇയാൾക്കും അറിയാം 20 പേര് വെച്ചിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റത്തില്ല. 34 പേര് ഒപ്പിട്ട് കഴിഞ്ഞാലേ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവർ രണ്ടൊരു അവിശ്വാസ പ്രമേയത്തെ പറ്റി സംസാരിക്കുന്നത് ഇത് ആർക്ക് വട്ട എന്നാണ് തോന്നുന്നത്. എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ അല്ല കോർപ്പറേഷൻ ആക്ട് വേറെയാണ്. അവിടെ ഇദ്ദേഹത്തെ പോലെ വീട്ടിലൊന്നുമില്ലെങ്കിൽ ഒരു IAS കാരിയൊക്കെ ഉള്ള ആളാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ കാര്യമായ വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന് പറയാം. ലക്ഷ്മി നായരുടെ LLB മാത്രമാണ് ഉള്ളത് നമ്മുടെ ശിവൻകുട്ടിക്ക്. ഇദ്ദേഹം കുറച്ചുകൂടെ MBA ഒക്കെ പാസ്സായ ആളും വീട്ടിലൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരാണ്. അദ്ദേഹം ഇങ്ങനെ ഈ മണ്ടത്തരം, ഈ വഷളത്തരം ഒന്നല്ല, ഈ വഷളത്തരം വിളിച്ച് പറയുന്നത് 20 പേര് വെച്ചിട്ട് ഞങ്ങൾ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ രഹസ്യമായിട്ട് ചോദിക്കുന്ന ശിവൻകുട്ടിയുടെ അയാളെ പാർട്ടിക്കാരെ വിശ്വാസമില്ല. അയാളെ പാർട്ടിക്കാരെ വിശ്വാസമില്ല. ശിവൻകുട്ടിയുടെ ആഗ്രഹം എന്താ, എങ്ങനെയെങ്കിലും ഒരു തകർക്കണം, അതിന് വേണം കൂട്ടി പിടിക്കും. സ്വന്തം ഭാര്യ അടുത്തെങ്കിലും ഒരു ഉപദേശം ചോദിക്കാൻ, ദിവ്യാസ അടുത്തേക്ക് ചോദിക്കാൻ. അവരാണിപ്പോ തദ്ദേശ ഭരണത്തിന്റെ ഡയറക്ടർ. അവരുടെ ഭർത്താവാണ് പറയുന്നത് 20 പേര് വെച്ചിട്ട് ഞങ്ങള് അവിശ്വാസ പ്രമേയം കൊണ്ടുപോകും. അയാൾക്ക് പെട്ടെന്ന് ഒരു പേര് ഉയർത്തിക്കൊണ്ടുവരണം. ഈ അച്ഛന്റെ ഒരു പേരില്ലേ, അതിന് എന്താ കളയുന്നേ? ആ പേര് കളയാണ്. സാർ ഒരു സ്പീക്കർ ആയിരുന്ന ഒരാളാണ്, മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകനാണ്, പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. എല്ലാ വിഭാഗക്കാർക്കും യോജിച്ച ഒരാളായിരുന്നു. എന്തായാലും ഈ ശൈലി മാറ്റണം. ഈ ടീം തന്നെ 6 മാസം തികയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്ക ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം.